തിരുനെല്ലിയിൽ യുവതിയെ ലിവിംഗ് ടുഗദർ പങ്കാളി വെട്ടിക്കൊന്ന സംഭവത്തിൽ പ്രതിക്കെതിരെ പോലീസ് പോക്സോ കേസ് ചുമത്തി. യുവതിയുടെ ബന്ധുവായ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിനാണ് കേസെടുത്തത്. പ്രതിക്കെതിരെ കൊലപാതക ശ്രമം, പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. യുവതിയുടെ 9 വയസ്സുകാരിയായ മകളെ തട്ടിക്കൊണ്ടുപോയതിനും കേസെടുത്തിട്ടുണ്ട്. പ്രതി കുറ്റസമ്മതം നടത്തിയെന്ന് പോലീസ് അറിയിച്ചു. പ്രതിയെ ഇന്ന് കൽപ്പറ്റ പോക്സോ കോടതിയിൽ ഹാജരാക്കും. അരുൺ കൊലയിലേക്ക് നയിച്ചത് ലിവിംഗ് ടുഗദർ ബന്ധത്തിലെ വിള്ളലുകളായിരുന്നു. പങ്കാളിയുടെ വെട്ടേറ്റ് യുവതി മരിച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന പ്രതി പിടിയിലാകുമ്പോൾ പുറത്തു വന്നത് ലിവിംഗ് ടുഗദർ ബന്ധത്തിലെ വിള്ളലും പ്രതികാരവും. സംഭവത്തിന് പിന്നാലെ കാണാതായ 9 വയസ്സുകാരിയെയും കണ്ടെത്തിയിരുന്നു. ഞായറാഴ്ച രാത്രി 9 മണിയോടെയാണ് തിരുനെല്ലിയിൽ താമസിച്ചിരുന്ന യുവതി ഇവരോടൊപ്പം കഴിഞ്ഞിരുന്ന ദിലീഷാണ് കൊലപാതകം നടത്തിയത്. രാത്രി മുഴുവൻ നീണ്ട തിരച്ചിലൊടുവിൽ തിങ്കളാഴ്ച രാവിലെയോടെയാണ് ദിലീഷിനെയും കുട്ടിയെയും കണ്ടെത്തിയത്. ഭർത്താവുമായി അകന്നു കഴിയുന്ന ഇവർ മക്കൾക്കൊപ്പമാണ് ചേക്കാടിയിൽ താമസിക്കുന്നത്. കഴുത്തിനും ചെവിക്കും വെട്ടേറ്റ മൂത്ത മകളെ വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. സംഭവത്തിന് പിന്നാലെ ഇളയ കുട്ടിയെയും ദിലീഷിനെയും കാണാനില്ലായിരുന്നു. ഇളയ കുട്ടി ആക്രമണം കണ്ട് ഭയന്ന് കുട്ടി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വഴിതെറ്റി വനത്തിൽ അകപ്പെട്ടേക്കാമെന്നായിരുന്നു നിഗമനം. തിങ്കളാഴ്ച രാവിലെയോടെ കുട്ടിയെയും കണ്ടെത്തിയത്. കുട്ടിയെ ദിലീഷ് തട്ടിക്കൊണ്ടുപോയിരിക്കുകയായിരുന്നു. കൊലപാതകം നടന്ന വീടിന് മീറ്ററുകൾക്കപ്പുറം വനമേഖലയോട് ചേർന്നുള്ള ഒരു ഒഴിഞ്ഞ വീട്ടിൽ നിന്നാണ് ഇരുവരെയും കണ്ടെത്തിയത്. ദിലീഷ് കുട്ടിയെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. സാഹസിക നീക്കങ്ങൾക്കൊടുവിൽ പോലീസ് കുട്ടിയെ രക്ഷപ്പെടുത്തി ദിലീഷിനെ കസ്റ്റഡിയിലെടുത്തു. തിരുനെല്ലി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം കുട്ടിയെ പ്രാഥമിക ചികിത്സ നൽകുന്നതിനായി അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടിക്ക് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. കൊലപാതകം നടന്ന സ്ഥലത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. സംഭവം അറിഞ്ഞ് തിരുനെല്ലി ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പോലീസ് ഇന്നലെ രാത്രി തന്നെ പരിസര പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും പ്രതിയെയും കുട്ടിയെയും കണ്ടെത്താനായിരുന്നില്ല. യുവതിയെ കൊലപ്പെടുത്താനുള്ള കാരണം സംബന്ധിച്ച് കൃത്യമായ വിവരം ഇനിയും ലഭ്യമായിട്ടില്ല. മറ്റൊരാളെയാണ് യുവതി ആദ്യം വിവാഹം കഴിച്ചിരുന്നത്. ഇയാളുമായി അകന്നതിന് ശേഷമാണ് ദിലീഷുമായി ഒരുമിച്ച് താമസിക്കുന്നത്. അടുത്തിടെ ദിലീഷുമായി യുവതി അകലാൻ തുടങ്ങിയതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. ദിലീഷിന് സംശയരോഗം ഉണ്ടായിരുന്നുവെന്നും സൂചനയുണ്ട്. ഞായറാഴ്ച വൈകിട്ട് വീട്ടിലെത്തിയ ദിലീഷ് 7 മണിയോടെയാണ് ആയുധം ഉപയോഗിച്ച് യുവതിയെ ആക്രമിച്ചത്. വീട്ടിൽ നിന്നിറങ്ങി ഓടിയ മൂത്ത മകൾ പരിസരവാസികളെ അറിയിച്ചതോടെയാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്.